അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 22ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ആയുധത്തെക്കുറിച്ചും ആശ്വാസത്തെക്കുറിച്ചുമാണ്. അതാണ് ദുആ അഥവാ പ്രാർത്ഥന. പലപ്പോഴും നമ്മൾ ദുആ ചെയ്യുന്നത് വെറുമൊരു ശീലമായിട്ടാണ്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പ്രപഞ്ചനാഥനോട് നേരിട്ട് പറയുന്ന ആ നിമിഷത്തിന് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും മാറ്റാനുള്ള ശേഷിയുണ്ട്. വലിയ പ്രതിസന്ധികളിൽ ആരും സഹായിക്കാനില്ല എന്ന് തോന്നുമ്പോൾ ഒരൊറ്റ ദുആയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വലിയൊരു ശാന്തത കടന്നു വരും. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ദുആ എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു തെറാപ്പിയാണ്. അള്ളാഹുവോട് സംസാരിക്കുന്നതിൻ്റെ ആ മനഃശാസ്ത്രപരമായ മനോഹാരിത എന്താണെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി ദുആഇൻ്റെ മനഃശാസ്ത്രവും ഖുർആനും. സൈക്കോളജിയിൽ വെൻഡിങ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ വിശ്വസ്തനായ ഒരാളോട് തുറന്നു പറഞ്ഞ് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക. നമ്മൾ നമ്മുടെ സൃഷ്ടാവിനോട് ദുആ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് ഏറ്റവും ഉന്നതമായ ഒരു വെൻഡിങ് ആണ്. അള്ളാഹുവിന് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം. അവൻ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ഇതിനെയാണ് നോൺ ജഡ്ജ്മെൻ്റൽ ലിസണിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഉറപ്പാണ് മനസ്സിന് വലിയൊരു സമാധാനം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഉറപ്പുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബും ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു. പ്രാർത്ഥിക്കുമെന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ് എന്നുള്ളത്. അവൻ നമ്മളോട് വല്ലാതെ അടുത്താണുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്നു. ദുആയിലൂടെ മനസ്സമാധാനം നേടാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത് ഹൃദയം തുറന്ന് സംസാരിക്കുക. pour your heart out. അള്ളാഹുവോട് സ്വന്തം ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത്. ദുആ ചെയ്യുമ്പോൾ കാണാതെ പഠിച്ച അറബി വചനങ്ങൾ മാത്രം പറഞ്ഞു തീർക്കരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം മാതൃഭാഷയിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹുവോട് തുറന്നു പറയുക. ഇത് വല്ലാത്തൊരു മാനസിക ആശ്വാസം തരും. ഇനി രണ്ടാമത്തേത്, ദുആ ഉത്തരം ലഭിക്കുമെന്ന ഒരു ഉറപ്പ്. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അള്ളാഹു എൻ്റെ എല്ലാ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അവൻ എനിക്ക് ഉത്തരം നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ ആശങ്കകളെ മാറ്റും. ഇനി മൂന്നാമത്തേത്, 3 രീതിയിലുള്ള ഉത്തരങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വസിക്കുക. നമ്മൾ ചോദിക്കുന്നത് ഉടനെ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടരുത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു നമ്മുടെ ദുആക്ക് 3 രീതിയിലാണ് ഉത്തരം നൽകുക. ഒന്നെങ്കിൽ ചോദിച്ചത് ഉടനെ തരും, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിപത്തിൽ നിന്ന് നമ്മളെ കാക്കും, അതുമല്ലെങ്കിൽ അത് പരലോകത്തേക്ക് വലിയൊരു പുണ്യമായി മാറ്റിവെക്കും എന്നുള്ളത്. ഇതിൽ ഏതായാലും ലാഭം നമുക്ക് മാത്രമാണ്. നാലാമത്തേത്, സുഖവിവരങ്ങൾ ഉള്ളപ്പോഴും ദുആ ചെയ്യുക. സന്തോഷ സമയങ്ങളിലും പ്രാർത്ഥനകൾ പതിവാക്കുക എന്നുള്ളത്. സങ്കടങ്ങൾ വരുമ്പോൾ മാത്രമല്ല, സന്തോഷമുള്ളപ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രയാസങ്ങളുടെ സമയത്ത് അള്ളാഹു തൻ്റെ ദുആക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നവൻ സന്തോഷവേളകളിൽ അവൻ ദുആ വർദ്ധിപ്പിക്കട്ടെ എന്നുള്ളത്. ഇനി അഞ്ചാമത്തേത്, മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രേയിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി രഹസ്യമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലെ ഇടുങ്ങിയ ചിന്തകൾ മാറാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി രഹസ്യമായി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ നമ്മൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഇത് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കും. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്. ഇന്ന് രാത്രി നമസ്കാരത്തിന് ശേഷം മുസല്ലയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതെ കുറഞ്ഞത് 10 മിനിറ്റ് സമയം ദുആ ചെയ്യാനായി മാത്രം മാറ്റിവെക്കുക. നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സങ്കടങ്ങളും അള്ളാഹുവിനോട് സ്വന്തം ഭാഷയിൽ തുറന്നു പറയുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുന്ന ഒരു കൈയും അള്ളാഹു ശൂന്യമായി മടക്കുകയില്ല. പ്രാർത്ഥിക്കുക, ബാക്കിയെല്ലാം അള്ളാഹു നോക്കിക്കൊള്ളും.
ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ പ്രാർത്ഥനയുടെ വലിയൊരു കോട്ട തീർക്കുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 23-ാമത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.